ഫസ്റ്റ് പ്രഗ്നൻസി അത് സി സെഷൻ ആയിരുന്നു, സിസേറിയൻ ഓപ്പറേഷൻ ആയിരുന്നു. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസി നമുക്ക് അത് നോർമൽ ഡെലിവറി പ്രതീക്ഷിക്കാൻ പറ്റുമോ? സുഖപ്രസവം, വജൈനൽ ബർത്ത് സുഖപ്രസവമായി നമുക്ക് സാധിക്കുമോ എന്ന് പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ്. അതേപോലെ തന്നെ ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ്, സാഹചര്യങ്ങളിലാണ് ഈ ഡോക്ടേഴ്സ് സിസേറിയന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയാറുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ അതിൻ്റെ ലാസ്റ്റ് തേർഡ് ട്രൈമസ്റ്റർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു നല്ല ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തി ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഫീറ്റസിനും ഗർഭസ്ഥ ശിശുവിനും അതേപോലെ തന്നെ ആ ഉമ്മയ്ക്കൊക്കെ അമ്മയ്ക്കൊക്കെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും അവരൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു തരാം. അപ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് ഓപ്പറേഷൻ സിസേറിയനിലേക്ക് പ്രവേശിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നമുക്ക് നോർമൽ ഡെലിവറി, വജൈനൽ ബർത്ത് സംഭവിക്കുക തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നാം ശ്രദ്ധവാന്മാരാകേണ്ടതുണ്ട്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. അപ്പോൾ അത്തരം വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും ദുആ ചെയ്യാം. ദുആ കൊണ്ട് തട്ടിമാറ്റാൻ കഴിയാത്തൊരു വിഷയവുമില്ല. എന്തു പ്രതിസന്ധികൾ, എന്തു പ്രയാസങ്ങൾ, എന്തു ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അതിൻ്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ നാം ചൊല്ലേണ്ട ചില ദിക്റുകളും ചില ആയത്തുകളൊക്കെയുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം ആ വിഷയത്തിനെ കുറിച്ച് പ്രതിപാദിക്കും. അതൊക്കെ തുടക്കം മുതലേ ചൊല്ലി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്താൽ ഒരു കാര്യം ഉറപ്പാണ് പ്രിയമുള്ളവരെ, ഒരുപാട് സഹോദരിമാർ, ഗർഭിണികളായ പ്രഗ്നൻ്റായ സഹോദരിമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കാൻ അത് കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ആദ്യത്തേത് അത് സി സെഷൻ, അത് ഓപ്പറേഷനിലേക്ക് എത്തി, എന്നാൽ പിന്നെ നെക്സ്റ്റ് ഡെലിവറി അത് നമുക്ക് നോർമൽ ഡെലിവറി ആയിട്ട് അത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ വാശി പിടിക്കാനൊന്നും പറ്റൂല നമുക്ക്. കാരണം ഇത് കുട്ടിയുടെയും അതേപോലെ തന്നെ ഉമ്മയുടെയൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് അതിനൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വിഷയങ്ങളൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വിഷയം പറഞ്ഞാൽ ഈ സെഫാലോ പെൽവിക് ഡിസ്പ്രോപ്പോർഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, CPD. അതായത് ആദ്യത്തേത് എന്തിനാണോ നാം സിസേറിയൻ ഓപ്പറേഷൻ ചെയ്തത്, ഫസ്റ്റ് ഡെലിവറി അത് ഓപ്പറേഷനാണ്. അത് ഓപ്പറേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ആ ഓപ്പറേഷൻ ഏതൊരു കാരണത്തിന് വേണ്ടിയാണോ ആ ഓപ്പറേഷൻ ചെയ്തത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആദ്യത്തേത് ഓപ്പറേഷൻ ആണെങ്കിലും രണ്ടാമത്തേത് സുഖപ്രസവമാണോ നോർമൽ ഡെലിവറി ആണോ എന്നുള്ളതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരു ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, CPD എന്ന് പറയുന്ന വിഷയം. ബേബീസ് ഹെഡ് ഡസൻറ്റ് ഫിറ്റ് ത്രൂ ദ ഓപ്പണിംഗ് ഓഫ് യുവർ പെൽവിക്. നമ്മുടെ പെൽവിക് പെൽവിസ് ഒരു പക്ഷേ നോർമലായിരിക്കാം, എന്നാലും ഈ ബേബിയുടെ ഹെഡ് അത് ഓവർ സൈസ് ആയതുകൊണ്ട് അത് പുറത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ ഓവർ സൈസ്ഡ് ആണെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ അവിടെ ആ വിഷയത്തിന് വേണ്ടിയാണ് മുമ്പത്തേത് സിസേറിയൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തത്. എന്നാൽ അത് ഒത്തിരി റിസ്ക് ഫാക്ടറാണത്. അപ്പം അത്തരം റിസ്ക് കണ്ടീഷനിലൊക്കെ നിൽക്കുന്ന ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും അത് സിസേറിയനിലേക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറയും. ആ സമയത്ത് എനിക്ക് നോർമൽ ഡെലിവറി തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അബദ്ധമാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ നാം മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അത് കുട്ടിക്കും ഉമ്മയ്ക്കും അമ്മയ്ക്കും ഒന്നും ഒരു റിസ്ക്കും അതിലില്ല എന്ന് കാണുമ്പോൾ അത്തരം സിറ്റുവേഷനിലാണ് നാം ഡോക്ടേഴ്സൊക്കെ നമ്മോട് ഇത്തരം വിഷയങ്ങൾ പറയാറുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് നോർമൽ ഡെലിവറിയാണ്. നോർമൽ ഡെലിവറിക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിനുണ്ട് അല്ലേ. അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതേപോലെ തന്നെ കുട്ടിയും അതേപോലെ തന്നെ ഉമ്മയൊക്കെ വളരെ ഹെൽത്തി ആയിട്ട്
നിൽക്കാനുള്ള കാരണങ്ങളാണ് ഹോസ്പിറ്റൽ സ്റ്റേ. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം, അതിൻ്റെ ഡ്യൂറേഷന് വളരെ കുറവാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ പെയിൻ റിക്കവറി ചെയ്യുക, നമ്മുടെ വേദന മാറിക്കിട്ടൽ, അത് ഈ ഓപ്പറേഷനിലേക്കൊക്കെ ചേർത്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടൈമൊക്കെ വളരെ മിനിമം ടൈമാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതൊക്കെ റെഡി ആയി കിട്ടും. അപ്പോൾ എല്ലാവരും നോർമൽ ഡെലിവറിയാണ് പ്രതീക്ഷിക്കുന്നത്. ചില സിറ്റുവേഷൻസുകളിൽ ഈ നോർമൽ ഡെലിവറിയിലേക്ക് പ്രവേശിച്ചാൽ, സുഖപ്രസവം വാശി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷെ വലിയ അപകടത്തിൽ ചെന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിക്ക് തടസ്സമാകുന്ന ഒരുപാട് തടസ്സങ്ങൾ അത് നമ്മുടെ ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അതവർ പറഞ്ഞിരുന്നു. നേരത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ പ്ലസൻ്റ പൊസിഷൻസ്, ഈ മറുപിള്ള എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ മറുപിള്ള അത് എന്താ ഈ താഴ്ഭാഗത്തേക്ക് വരിക. അതേപോലെ തന്നെ പ്ലസൻ്റ പ്രീവിയ, ലോ ലൈൻ പ്ലസൻ്റ എന്നൊക്കെ ഈ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ അവർ എഴുതിയത് കാണാം. ഇത്തരം സിറ്റുവേഷൻസുകളിൽ കുട്ടിയുടെ തല താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. താഴേക്ക് ഇറങ്ങിയിട്ട് തന്നെ ആ താഴ്ഭാഗത്ത് ഈ പുറത്തേക്ക് വരുന്ന ഭാഗം കവർ ചെയ്ത് നിൽക്കും. മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഈ മറുപിള്ള, അതിനാ പ്ലസൻ്റ എന്ന് പറയും, ഈ ഭാഗം കവർ ചെയ്ത് നിൽക്കും. അങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ഈ കുട്ടിയുടെ തല പുറത്തേക്ക് വരില്ല. അത്തരം സിറ്റുവേഷൻസിൽ ഡോക്ടർ നമ്മോട് പറയാണ് ഇത് സിസേറിയൻ ചെയ്യേണ്ടി വരും, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നല്ലൊരു ഫോളോ അപ്പ് എപ്പോഴും വേണം, നല്ലൊരു കൺസൾട്ടേഷൻ വേണം. അതിന് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ സ്കാനിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു കുട്ടിക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്, കുട്ടിയുടെ ആരോഗ്യത്തിന് കേടാണ് എന്നൊക്കെ. ഈ നമ്മൾ എക്സ്റേ പോലെ ഒന്നല്ല ഈ സ്കാനിങ്, ഇത് അൾട്രാസൗണ്ട് സ്കാനിങ്. അതായത് സൗണ്ട് വേവ്സ് ആണ് പുറത്ത് വിട്ടിട്ടാണ് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിസ്ക് ഉള്ള വിഷയമൊന്നുമല്ല. അപ്പോൾ സ്കാനിങ് അതിൻ്റെതായ ഓരോ ഘട്ടങ്ങളിലും, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ, ഇങ്ങനെ പ്രഗ്നൻസിയുള്ള ആളുകൾ കടന്നു പോകുന്ന ചില പ്രധാന ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ നടത്തേണ്ട NT സ്കാനിങ്, അനോമലി സ്കാനിങ്, ഇങ്ങനെ തുടങ്ങിയ സ്കാനിങ്ങുകളൊക്കെ ഉണ്ട്. ആ സ്കാനിങ്ങുകളൊക്കെ കൃത്യമായി എടുത്ത് കുട്ടിയുടെ കണ്ടീഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ തുടക്കം മുതൽ മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ഒരു ഡെലിവറി നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ ഈ വീഡിയോ കാണുന്നവരുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഓപ്പറേഷനിലേക്ക് പ്രവേശിക്കുന്ന ചില കണ്ടീഷൻസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ CPD പോലെയുള്ള ഈ കുട്ടിയുടെ തല ഇതിൻ്റെ പുറത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുക. അതേപോലെ തന്നെ പ്ലസൻ്റ പ്രീവിയ, ലോ ലൈൻ പ്ലസൻ്റ, പിന്നെ അതേപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, ഈ ഡയബറ്റിക്സ് ഉണ്ടാവുക, പ്രമേഹം ഉണ്ടാവുക, പിന്നെ വൃക്കരോഗങ്ങൾ ഉണ്ടാവുക, പിന്നെ അതേപോലെ തന്നെ HIV പോസിറ്റീവ് ആവുക. ഈ വജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിക്ക് പ്രതീക്ഷിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളതിനെ ട്രൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ കുട്ടിക്കൊക്കെ ആ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസുകളിലൊക്കെ ഡോക്ടർ എപ്പോഴും ഇത് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. ആദ്യത്തേത് സിസേറിയനായി, രണ്ടാമത്തതും സിസേറിയനായി, ഇനി മൂന്നാമത്തതും ഓപ്പറേഷനാണ്. ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഒക്കെ ഓപ്പറേഷനാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി, അതിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ആ ഫസ്റ്റ് പ്രഗ്നൻസി അത് നോർമൽ ഡെലിവറി ആകാൻ വേണ്ടി നന്നായി ശ്രദ്ധിക്കണം. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രഗ്നൻസി മുഴുവൻ കിടക്കുന്നത്. ഒരാൾക്ക് ആദ്യത്തേത് ഓപ്പറേഷനായി, എന്നാൽ പിന്നെ പൊതുവിൽ എല്ലാ ഡോക്ടേഴ്സും രണ്ടാമത്തതും മൂന്നാമത്തൊക്കെ അവർ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി അത് നന്നായി കെയർ ചെയ്ത് അത് നല്ല രൂപത്തിൽ കൊണ്ട് നടന്ന് അതെങ്ങനെയെങ്കിലും അത് നോർമൽ ഡെലിവറി, വജൈനൽ ബർത്ത്, അത് സുഖപ്രസവമാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നന്നായി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിൻ്റെതായ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കും. അതേപോലെ തന്നെ ഈ മെക്കോണിയം പാസ് ചെയ്യുക എന്ന് പറയും, മഷി ഇളകുക എന്നൊക്കെ കേട്ടിട്ടില്ലേ?
ഈ മഷിയിളകൽ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് കൂടുതലും ഇത് ഓപ്പറേഷനിലേക്ക് എത്തിക്കും. അത് അവിടേക്ക് ഒരു റിസ്ക് ഫാക്ടർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചിലപ്പോൾ നഴ്സുമാർ അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് റിസ്കുകളൊക്കെ അത്തരം വിഷയങ്ങളിൽ ഉണ്ടാവും. ആ സമയത്ത് അവരത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കും. അപ്പോൾ എന്തു തന്നെയായാലും നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിലാണെങ്കിലും ഏത് പ്രഗ്നൻസിയാണെങ്കിലും അതിൻ്റെ ആദ്യ ഘട്ടം മുതൽ അതിൻ്റെ അവസാനം ഘട്ടം വരെ നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡോക്ടറെ കാണിക്കാതിരിക്കുക, അവസാനം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തുമ്പോൾ ഡോക്ടറെ കാണിക്കുക, അതൊക്കെ ഒരുപക്ഷെ അവർക്ക് പോലും അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകാൻ സാധിക്കില്ല. അപ്പോൾ മാക്സിമം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒബ്സർവേഷൻ ചെയ്യാനും അത് മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത്തരം സിറ്റുവേഷൻസുകൾ, ഓപ്പറേഷൻ ചെയ്യേണ്ട സിസേറിയനിലേക്ക് പ്രവേശിക്കുന്ന ചില സിറ്റുവേഷൻസുകളുണ്ടല്ലോ, BP കൂടുക, അതേപോലെ തന്നെ നമ്മുടെ ഹെർട്ട് റേറ്റ്, കുട്ടിയുടെ ഹെർട്ട് റേറ്റ്, ഈ മെക്കോണിയം പാസ് ചെയ്യുക, അതേപോലെ ബ്രീച്ച് പൊസിഷൻ, ഈ കുട്ടിയുടെ കാല് താഴെയും തലമുകളിലും ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ ചിലപ്പോൾ അവസാന ഘട്ടത്തിലേക്ക്, ആദ്യമെല്ലാം വളരെ നോർമലായിട്ടായിരിക്കും സംഭവിക്കുക. ആദ്യത്തെ സ്കാനിങ്ങിലും എല്ലാ സ്കാനിങ്ങിലും അനോമലി സ്കാനിങ്ങിലും അവസാനം എടുത്ത സ്കാനിങ് റിപ്പോർട്ടിൽ വരെ എല്ലാം കൃത്യമായിട്ട് നോർമലായിരിക്കും. പക്ഷേ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും ഇത് സെഷനിലേക്ക് പ്രവേശിക്കണം, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയും. അത് ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടാകുന്ന നമ്മെ ഡോക്ടർ ബോധ്യപ്പെടുത്തി തരുകയും ചെയ്യും. കാരണം ചില സമയത്ത് അവസാനം പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ രക്തസമ്മർദ്ദം, അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ, ഈ മെക്കോണിയം പാസ് ചെയ്യുക, അതിലൊക്കെ ഒരുപാട് റിസ്കുകൾ വരുന്നുണ്ട്. അപ്പം അത്തരം സിറ്റുവേഷൻസുകളിൽ ഡോക്ടർ ഒരു പക്ഷേ സിസേറിയനിലേക്ക് എത്താൻ വേണ്ടി പറയുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, വെറുതെ എല്ലാം അണ്ണാക്ക് തൊടാതെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് കൃത്യമായി എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ നമ്മളിടയ്ക്ക് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അയച്ചു തരും, അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള എല്ലാ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും. അപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എന്തെല്ലാം ഉണ്ട് നോർമലായിട്ട്, എന്തെല്ലാം ഇതിലെ വിഷയങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ നമുക്കും നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. എപ്പോഴും സ്വന്തം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ നമ്മൾ ഡോക്ടറോട് അപ്രോച്ച് ചെയ്യൽ തന്നെയാണ്. എങ്കിലും നമുക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം കാലം മാറിയില്ലേ, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയാൽ ഡോക്ടേഴ്സ് അതിൽ എന്തെല്ലാം എഴുതുന്നു, ഇതിൻ്റെ പ്ലസൻ്റ പൊസിഷൻസ് എവിടെയാണ്, എക്സ്റ്റീരിയർ ആൻഡ് ആൻറ്റീരിയർ ആണോ, ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. അതിൽ AMF, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഹെർട്ട് റേറ്റ് എത്രയാണ്, ഇങ്ങനെ എല്ലാ സംഗതികളും അതിലുണ്ടാവും. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഇതിൽ കൃത്യമായി എഴുതിയ സ്ഥിതിക്ക് നമുക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റും, നമുക്കും ബോധ്യപ്പെടും ആ വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ നന്നായി കെയർ ചെയ്ത്, പ്രധാനമായിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ വളരെയധികം കെയർ ചെയ്ത് അത് നോർമൽ ഡെലിവറിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ബാക്കിയുള്ള എല്ലാ പ്രഗ്നൻസിയിലും അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതും നല്ല റാഹത്തിലാകും. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി, അശ്രദ്ധ മൂലം നമുക്ക് സംഭവിക്കുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നല്ല കെയർ കൊടുക്കുക എന്നുള്ളത് അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങൾ എന്തെങ്കിലും സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഇതിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ച് ചോദിക്കലായിരിക്കും. ഇൻഷാ അള്ളാഹ് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നോർമൽ ഡെലിവറി സാധ്യമാകാൻ മഹാന്മാർ പറഞ്ഞ് നിർദ്ദേശിച്ച് നമ്മോട് ചൊല്ലാൻ പറഞ്ഞ ചില ആയത്തുകളും ചില ദിക്റുകളും ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ഇതെല്ലാം ഒഴിവാക്കി നിൽക്കണം എന്നല്ല പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ അവസാനം വരെ ഒരു ഫോളോ അപ്പും അതിന് അനുസരിച്ചുള്ള കൺസൾട്ടേഷനും ഡോക്ടറോടുള്ള ബന്ധമൊക്കെ ഉണ്ടാവലോട് കൂടെ തന്നെ നാം നമ്മുടെ റബ്ബിനോട്, നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്ന റബ്ബുൽ ഇസ്സത്തിനോട് എപ്പോഴും ദുആ ചെയ്യുക. അതിനുവേണ്ടി ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ട്, ചില ആയത്തുകളുണ്ട്. അത് സ്ഥിരമായി പതിവാക്കുക. നല്ല റിസൾട്ട് കിട്ടും, നല്ല അനുഭവം ലഭിക്കും. ഒരുപാട് ആളുകൾ അവർ ചെയ്ത് അവർക്ക് പരീക്ഷിച്ച് അതിന് റിസൾട്ട് കിട്ടി, അതിന് നല്ല സുഖപ്രസവവും നോർമൽ ഡെലിവറിയൊക്കെ ആയിട്ട് നമ്മോട് പറഞ്ഞ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ്
അത്തരം വിഷയങ്ങൾ ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഇതിങ്ങനെ പറയുമ്പോൾ ഇത് ആവശ്യമുള്ളവരില്ലാത്തവരും കേൾക്കുകയാണല്ലോ. നേരെ മറിച്ച് നിങ്ങൾ ആരൊക്കെയാണോ അതിന് ആവശ്യമുള്ളത് അവർ ഇൻഷാ അല്ലാഹ് അത് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ചെയ്യാനുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ അറിയിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഗർഭിണികളായ ഒരുപാട് സ്ത്രീകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകണം അല്ലാഹ്. നോർമൽ ഡെലിവറിക്ക് തടസ്സമാകുന്ന എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ടോ നീ ആ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്ത് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകണം അല്ലാഹ്. വേദനയില്ലാതെ നല്ല റാഹത്തുള്ള പ്രസവം നൽകണം റഹ്മാനെ. നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണം അല്ലാഹ്. ആധുനിക മെഡിക്കൽ സയൻസ് മക്കളില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത, ഇനി മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് പടച്ച തമ്പുരാൻ മക്കളെ നൽകിയിട്ടുണ്ട് പ്രിയമുള്ളവരെ, അല്ലേ? എത്രയോ ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സഹോദരിമാർക്കും ലേബർ റൂമിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുണ്ട്, ഡെലിവറിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നല്ല സലാമത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. തുടർന്നും ഉള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ, ഇതിപ്പോൾ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ആവശ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ അറിയിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9961717884 എന്നുള്ള നമ്പറാണ്. വാട്സാപ്പ് ത്രൂ മെസ്സേജ് അയച്ച് നിങ്ങൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് അയക്കാം. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അറിയാവുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മനസ്സിലാക്കി തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.